നമസ്കാരം. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഊരമനയിൽ തുടക്കമായി. പ്രീ പ്രൈമറി വർണ്ണക്കൂടാരങ്ങൾ വിനോദത്തോടൊപ്പം അറിവും കുട്ടികൾക്ക് പകർന്നു നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് സ്കൂളുകളിൽ വർണ്ണക്കൂടാരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഊരമന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൻ്റെ മറ്റൊരു നാഴികക്കല്ലായി മാറും ഈ വർണ്ണക്കൂടാരങ്ങൾ. കുട്ടികളുടെ രചനാപരവും ബുദ്ധിപരവും കായികവുമായ കഴിവുകൾ പരിപോഷിപ്പിക്കുകയാണ് വർണ്ണക്കൂടാരത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് കിഡ്സ് പാർക്കിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ ഏറ്റവും മികച്ച പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ആശ സനൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് TA സുരേഷ് സ്വാഗതം പറഞ്ഞു. ശിക്ഷ കേരളയുടെ 10 ലക്ഷം രൂപ മുടക്കിയാണ് ഈ പദ്ധതി സ്കൂളിൽ നടപ്പാക്കുന്നത്. ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പിറവത്തിന്റെ MLA നമ്മുടെ വർണ്ണക്കൂടാരം ശില്പികളെ ആദരിക്കുന്ന BRC ഇംപ്ലിമെന്റ് ചെയ്ത 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് മനോഹരമായ ഒരു വർണ്ണക്കൂടാരം എന്ന പേരിട്ട ഒരു പദ്ധതി നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അഭിമാനകരമായ ഒരു നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. പ്രീ പ്രൈമറിയുടെ 2023-24 സാമ്പത്തിക വർഷം ലഭ്യമാക്കിയ വർണ്ണക്കൂടാരം ഇന്ന് പൂർണ്ണമായും കുട്ടികൾക്കായി തുറന്നു കൊടുക്കുകയാണ്. ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ വളരെ വർണ്ണാഭമായ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഊരമന ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഒട്ടനവധി കാര്യങ്ങൾ, ഒരുപാട് പരിമിതികൾ ഈ സ്കൂളിനെ സംബന്ധിച്ചുണ്ട്. പക്ഷെ ആ പരിമിതികളെക്കാൾ മുന്നോട്ട് പോകാൻ കഴിയുന്ന വലിയ നേട്ടങ്ങൾ ഈ വിദ്യാലയത്തിന് നേടിയെടുക്കാൻ കഴിയുന്നു. അതാണ് സ്വാഗത പ്രസംഗത്തിൽ സുരേഷ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പം അത് തീർച്ചയായിട്ടും അതിന് സാധ്യമാവുന്നത് ഇവിടുത്തെ ഒരു ടീം സ്പിരിറ്റാണ്. അധ്യാപകർ, PTA അടക്കം പഞ്ചായത്ത് എല്ലാം വളരെ ഏകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ലഭ്യമായിരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളെ പരമാവധി വിനിയോഗിക്കാനും ഒപ്പം തന്നെ അക്കാഡമിക് തലങ്ങളിൽ നമുക്ക് ഏറെ മുന്നോട്ട് ശില്പികളെയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ ഇതിനുള്ള സാമ്പത്തിക സഹായം ചെയ്യുക. കുട്ടികൾക്ക് സന്തോഷത്തോടെയും അവരുടെ അഭിരുചിക്കനുസരിച്ച് തുടർന്ന് നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ ശില്പികളെയാണ്. രണ്ട് കലാകാരന്മാരെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വപ്നക്കൂടാരത്തിന്റെ അല്ലെങ്കിൽ വർണ്ണക്കൂടാരത്തിന്റെ ശില്പികളായി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവരെയും ക്ഷണിക്കുന്നു. അഖിൽ ഓർക്കോളിൽ പുറം കളിയിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഫെൻസിംഗ്, കൂടാതെ സൃഷ്ടി എന്ന സ്ഥാപനത്തിന്റെ ശില്പി ഡിസ്നി കിൻഡർ പ്ലേ എക്യുപ്മെന്റ്സ് ചൂണ്ടി രണ്ടുപേരെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ആലീസ് ജോർജിനെ ക്ഷണിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും ഒന്ന് ചെറുപ്പമായാൽ കൊള്ളാമെന്നൊരാഗ്രഹം നമുക്കും തോന്നി. നമ്മുടെ പ്രായത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അന്ന് കളിക്കോപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു, ടീച്ചർമാരെ പേടിച്ച് വിറച്ച് വീട്ടിൽ പോരുന്ന തലേദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ശീലം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതെല്ലാം പോയി. ഇപ്പൊ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനനുസരിച്ച് പഠിപ്പിക്കുക. Anjali Aji, Estina Vincent Matthews, Jisha CS and Nisha CS.
കാരണം ഞാൻ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയാൻ അങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി തന്നെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ പറയുകയാണ്, ഇതിന് പ്രയത്നിച്ച എല്ലാവർക്കും പ്രത്യേകം എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷകരമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ കുറേയേറെ നാളായി പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളാണ് നടത്തുന്നത്. അപ്പം ഈ നമ്മുടെ ഇതിൻ്റെ അധ്യക്ഷം വഹിച്ച നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഏറ്റവും സ്നേഹനിധികളായിട്ടുള്ള നമ്മൾ ഈ സ്കൂളിലെ വർണ്ണക്കൂടാരം യാഥാർത്ഥ്യമായിരിക്കുന്നു. വളരെ നമ്മുടെ സ്കൂളിലെ ചെറിയ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അവയെല്ലാം ഏറെ പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മികവുറ്റതാക്കാൻ വർണ്ണക്കൂടാരം പദ്ധതിക്ക് കഴിയും. വിവിധ വികാസ മേഖലകളെ കോർത്തിണക്കിക്കൊണ്ടാണ് പ്രീ സ്കൂൾ പദ്ധതിയുടെ പഠന മേഖല ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശാരീരികവും ഭാഷാപരവും വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവും സർഗാത്മകവും സൗന്ദര്യാത്മകവുമായ കുട്ടികളുടെ പൊതുവായ വികാസം വർണ്ണക്കൂടാരം പദ്ധതി ഉറപ്പു നൽകുന്നു. ക്ലാസ് മുറിക്കുള്ളിൽ ഒതുങ്ങിപ്പോകാതെ ക്ലാസ് മുറിയുടെ അകവും പുറവും കുട്ടിക്ക് ധാരാളം അനുഭവങ്ങൾ വർണ്ണക്കൂടാരങ്ങൾ ഉറപ്പു നൽകുന്നു. അങ്ങനെ കുട്ടികളുടെ കലബലയും കൊഞ്ചലുമൊക്കെ നിറഞ്ഞ് സ്കൂൾ അന്തരീക്ഷം കൂടുതൽ ശബ്ദമുഖരിതമായി മാറട്ടെ. ഇനി അടുത്ത കാഴ്ചയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.